ഈ രാഹുൽ ഈശ്വർ എന്താണ് ഇങ്ങനെ? ഈ ചോദ്യം സോഷ്യൽ മീഡിയ ഇപ്പോൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ദുബായിൽ ക്യൂസാറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ക്യൂബ നടത്തിയ ഒരു പരിപാടിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ ഷഹീദ് അഫ്രീദിയും ഉമർ ഗില്ലും പങ്കെടുത്തത് വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ ന്യൂസ് 18 നടത്തിയ ഒരു ചർച്ചയിൽ രാഹുൽ ഈശ്വർ ക്യൂബയെയും ഷഹീദ് അഫ്രീദിയെയും ന്യായീകരിച്ച് സംസാരിക്കുന്നത് കണ്ടു. ഇവരെയൊക്കെ ന്യായീകരിച്ച് രാഹുൽ ഈശ്വർ സ്വയം പരിഹാസ്യനാകുന്നതായിരുന്നു ആ ചർച്ചയിൽ ഉടനീളം കണ്ടത്. അജയ്സ് പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. Here what we do is express. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയതിൽ വിശദീകരണവുമായി സംഘാടകരായ മലയാളി സംഘടന ക്യൂബ വന്നിരുന്നു. ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അവരെ നമുക്കും ക്യൂബ മുകുന്ദന്മാർ എന്ന് വിളിക്കാം. അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന അഫ്രീദി ക്ഷണിക്കാതെ ചടങ്ങിലേക്ക് വരികയായിരുന്നു എന്നായിരുന്നു സംഘടനയുടെ വിശദീകരണം. അഫ്രീദിയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ, ദേശീയ പത്രമാധ്യമങ്ങളിൽ ഒക്കെ വിമർശനം ശക്തമായപ്പോഴായിരുന്നു മാപ്പ് എന്ന് പറഞ്ഞ് ക്യൂബ എന്ന സംഘടന വന്നത്. ക്യൂബയുടെ വാദഗതികളെല്ലാം പിന്നീട് ശ്രീജിത്ത് പണിക്കർ പൊളിച്ചടുക്കി കൊടുത്തിരുന്നു. ചർച്ചയിൽ മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്രയും വലിയ ഒരു വിഷയത്തെ രാഹുൽ ഈശ്വർ നിസാരവൽക്കരിച്ചത്. ഇത് ഒന്ന് കേട്ടു നോക്കൂ. ശ്രീ രാഹുൽ ഈശ്വർ, പക്ഷേ താങ്കളുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഈ പറയുന്ന ചെയ്തികൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് എങ്ങനെ ന്യായീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നു? ശ്രീ മഞ്ജുഷ്, മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. അതായത് ഇല്ലാത്തൊരു വിഷയത്തെ ഊതി വെറുപ്പിച്ച് അത് വലിയ വിഷയമാണെന്ന് പറയുക. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? നമ്മുടെ മലയാളി കേരളത്തിലെ ആ ക്യൂബ എന്ന് പറഞ്ഞ അസോസിയേഷൻ അവരൊരു പരിപാടി നടത്തിയപ്പം തൊട്ടപ്പുറത്തെ പരിപാടിക്ക് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുള്ളും ഗസ്റ്റായി വന്നു. ഇവരങ്ങോട്ട് പോയി വിളിച്ചായിരിക്കണം കേട്ടോ. ഇല്ല, ഷാഹിദ് അഫ്രീദി ഒന്നും വരില്ല. ഇപ്പോ ഈ മീഡിയയുടെ ഇത്രയും വിവാദം ഉണ്ടായത് കാരണം അവർ മാറ്റി പറയുന്നതാണ്. ഞങ്ങൾ അറിഞ്ഞില്ല, വിളിച്ചില്ല, ഷാഹിദ് അഫ്രീദി സ്വന്തമായിട്ട് വന്നൊന്നും ആയിരിക്കില്ല. അതിപ്പോ അവർ മാറ്റി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും രീതിയിലുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമ ആക്രമണം ഉണ്ടാകുന്നു വിചാരിച്ചാൽ. ഈ ഷാഹിദ് അഫ്രീദിയുടെ കൂടെ നടക്കുന്ന വെള്ള ഷർട്ടിട്ട ഒരാളുണ്ട്. പുള്ളി മുസ്ലിമും അല്ല, പുള്ളി ഹിന്ദുവാണ്. ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു. ഇവരുടെ പരിപാടിക്ക് കഴിഞ്ഞ തവണ ഞാൻ ദുബായ് പോയിരുന്നു. സാധാരണ തിരുവനന്തപുരത്ത് CT പഠിച്ച മുസ്ലിം എന്നുള്ള വേർതിരിവൊന്നുമില്ല. ഷഹീദ് അഫ്രീദി എന്നുള്ളത് ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നയാളാണ്, വിഷം തുപ്പുന്നയാളാണ്. അങ്ങനെ ഒരാളെ ഹിന്ദുവാണോ മുസ്ലിമാണോ സ്വീകരിച്ചത് എന്നൊന്നും പറഞ്ഞ് വിഷയം ആ വഴിക്ക് കൊണ്ടുപോകരുത്. ആരാണ് സ്വീകരിച്ചതെങ്കിലും രാജ്യവിരുദ്ധമായ നിലപാടാണ് എടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മഞ്ജുഷിന് എങ്ങനെ മനസ്സിലായി അത് രാജ്യവിരുദ്ധ നിലപാടാണെന്ന്? പിന്നെ എങ്ങനെയാണ്? ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യയുടെ നിലപാടിനെതിരെ സംസാരിക്കുന്ന ആളുകളാണ്. അല്ലല്ല, അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റില്ല. കേട്ടില്ലേ എന്തൊക്കെ വിഡ്ഢിത്തമാണ് ഈ മനുഷ്യൻ പറയുന്നത്? ഇദ്ദേഹം ആദ്യം തന്നെ വിഷയത്തെ ഒരു ഹിന്ദു മുസ്ലിം വിഷയം എന്ന മട്ടിൽ വഴിമാറ്റി കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോൾ ആങ്കർ മഞ്ജുഷ് അപ്പോൾ തന്നെ അതിന് തടയിട്ടു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു എന്നും കാണുന്ന പാകിസ്ഥാനിയൊക്കെ കാണുന്ന മാത്രയിൽ ദേഷ്യപ്പെടണം എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ രാഹുൽ ഈശ്വർ. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ഓൺ ആണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയിൽ രാഹുൽ ഈശ്വറിന്റെ നിലപാടുകളെ എല്ലാം മറ്റു പാനലിസ്റ്റുകൾ നഖശിഖാന്തം എതിർത്തതായിരുന്നു സംസാരിച്ചിരുന്നത്. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, രാഹുൽ ഈശ്വർ എന്താണ് ഇങ്ങനെ? നിങ്ങൾ ആരും കരുതുന്നത് പോലെ അങ്ങനെ ഇത് വലിയ ഒരു സംഭവമൊന്നുമല്ല. സമീപകാലത്തുണ്ടായ പല വിവാദങ്ങളിലും രാഹുൽ ഈശ്വർ എടുത്തിട്ടുള്ള നിലപാടൊക്കെ ഒരു ഓഡ് മാൻ ഔട്ട് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഹണി റോസ് ബോച്ചെ വിഷയത്തിലായാലും ഈ വിഷയത്തിലായാലും ഒരു ഓഡ് മാൻ ഔട്ട് നിലപാട്. എന്തിനാണ് രാഹുൽ ഈശ്വർ സുഡാപ്പികളെ സുഖിപ്പിക്കുന്ന നിലപാട് ഇങ്ങനെ എടുക്കുന്നത്? രാഹുൽ ഈശ്വർ ഷാഹിദ് അഫ്രീദിയോട് മൃദുവായ ഒരു സമീപനം എടുക്കുമ്പോൾ അത് പാകിസ്ഥാനോട് തന്നെ ഒരു മൃദു സമീപനമാണ് എന്ന് എന്തുകൊണ്ടാണ് അയാൾക്ക് തോന്നാത്തത്? അത് രാഹുലിന് തോന്നാത്തത് കൊണ്ടല്ല. അങ്ങനെ ചെയ്യുമ്പോഴേ സുഡാപ്പികളുടെ ഒരു കയ്യടി രാഹുലിന് കിട്ടും. അങ്ങനെ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് ഫോളോവേഴ്സും ലൈക്കും ഷെയറും ഒക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഷഹീദ് അഫ്രീദിയുടെ കൂടെ നടക്കുന്ന വെള്ള ഷർട്ടുകാരൻ മുസ്ലിം അല്ല, ഹിന്ദു ആണെന്ന് എന്തിനാണ് രാഹുൽ പറയുന്നത്? ആ ചർച്ചയിൽ ആരെങ്കിലും മതപരമായ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയോ? അല്ലെങ്കിൽ തന്നെ ചർച്ച ചെയ്യുന്ന വിവാദ വിഷയത്തിൽ മതത്തിന് എന്താണ് പ്രസക്തി? ചർച്ചയെ ആ വഴിക്ക് വഴിതിരിച്ചു വിട്ട് സുഡാപ്പികളുടെ കയ്യടി വാങ്ങുവാനുള്ള ഒരു വിഫല ശ്രമമായിരുന്നു അവിടെ കണ്ടത്. ഉടനെ തന്നെ മഞ്ജുഷ് ഇത് ഹിന്ദുവാണോ മുസ്ലിമാണോ സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിഷയം ആ വഴിക്ക് കൊണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ ശ്രീമാൻ രാഹുലിന്റെ മുഖത്തെ ഒത്തില്ല എന്ന മട്ടിലുള്ള ഒരു ചമ്മൽ വളരെ വ്യക്തമായി. വിസിബിലിറ്റി, അതാണ് രാഹുലിന്റെ പ്രശ്നം. എങ്ങനെ സ്വയം വിസിബിൾ ആകാം? അതിന് എന്ത് തരം നിലപാടും ചെയ്യാനെടുക്കും. ദീപസ്തംഭം മഹാശര്യം, അതാണ് ഈ മനുഷ്യന്റെ ഒരു ലൈൻ. ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ സെൻസേഷണലായ പ്രൊവോക്കേറ്റീവായ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. ഇങ്ങനെ കോൺട്രവേഴ്സി കൊണ്ടുവരുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ
കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് രാഹുലിന് നന്നായി അറിയാം. സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും ഇഷ്ടം നെഗറ്റിവിറ്റിയാണ്. കോൺട്രവേഴ്സിയും നെഗറ്റിവിറ്റിയും ഉള്ള ഏത് വിഷയവും ഇനി കുറച്ച് എരിവും പുളിയുമുള്ള ഒരു കോണ്ടന്റ് കൂടിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത് നന്നായി വിറ്റുപോകും, അത് നന്നായി കത്തിക്കയറും. ഇതെല്ലാം രാഹുലിന് അറിയാഞ്ഞിട്ടല്ല, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ നിലപാടുകൾ എടുക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും ആ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റിന്റെ ഒരു ഉദാഹരണമാണ്. ഇതാണ് അയാൾ ഉദ്ദേശിച്ചത്. ഈ ഒരു ചർച്ച കഴിയുമ്പോൾ രാഹുലിന്റെ നിലപാടുകൾക്ക് നേരെ സോഷ്യൽ മീഡിയ മുഴുവൻ വലിയ വിമർശനവും ചർച്ചയും ഒക്കെ ആയി വരുമെന്ന് അയാൾക്ക് തന്നെ അറിയാമായിരുന്നു. അത് തന്നെയാണ് രാഹുൽ ആഗ്രഹിക്കുന്നത്. ഇയാളുടെ ഈ ഒരു നിലപാട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചാനലുകാർ, പ്രത്യേകിച്ച് ന്യൂസ് 18 ചർച്ചയ്ക്ക് വിളിച്ചത്. മഞ്ജുഷ് അത് പറയുന്നുമുണ്ട്. ഡിബേറ്റ് കൊഴുക്കണം എങ്കിൽ രാഹുലിനെ പോലെ ഒരാൾ അപ്പുറത്ത് വേണമല്ലോ. ചാനലിന് TRP, രാഹുലിന് സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ്, അങ്ങനെ എല്ലാവരും ഹാപ്പി. രാഹുലിൻ്റെത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സെൽഫ് പ്രൊമോഷൻ ആണ്. ഇങ്ങനെ ചർച്ചയിൽ ഒരാളുടെ ലക്ഷ്യം തന്നെ സെൽഫ് പ്രൊമോഷൻ ആകുമ്പോൾ ആ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ആഴവും ഗുണനിലവാരവും തീർത്തും കുറഞ്ഞു പോകുന്നു. ഇത് മീനിങ് ഫുൾ ആയ ഒരു ചർച്ചയ്ക്ക് വരുന്ന മറ്റു പാനലിസ്റ്റുകളെ, അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രസ്ട്രേഷന് കാരണമാകുന്ന ഒരു കാര്യമാണ്. ന്യൂസ് 18 ആ ചർച്ചയിലും രഘുനാഥ് നായർ എന്ന് പറയുന്ന ആൾ പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ അത് വളരെ വ്യക്തമായിരുന്നു. ശ്രീജിത്ത് പണിക്കരോളം ക്ഷമ തനിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം വിവാദമാകുമെന്ന് ശ്രീമാൻ രാഹുലിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. രാഹുൽ തന്നെ ക്യൂബ എന്നു പേരായ സംഘടനയിൽപ്പെട്ട ആൾക്കാരെ സംഭവത്തിന് ശേഷം വിളിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തിനാണ് രാഹുൽ അവരെ വിളിച്ചത്? പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഷഹീദ് അഫ്രീദി ക്യൂബ മുകുന്ദന്മാർക്ക് പണി കൊടുത്തു എന്നാണ്. ക്യൂബ മുകുന്ദന്മാർ ക്ഷണിച്ചിട്ടാണ് താൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് അഫ്രീദി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് രാഹുൽ ഈശ്വരനും ക്യൂബ മുകുന്ദന്മാർക്കും പറയുവാനുള്ളത്? ചർച്ചയ്ക്ക് മുമ്പേ ക്യൂബ മുകുന്ദന്മാരെ അങ്ങോട്ട് വിളിച്ച് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരാമെന്ന് രാഹുൽ അവരോട് പറഞ്ഞു കാണും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പോകുന്നത്. ഈ രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ അറിയാം ഇയാൾ ആരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. ആ വീഡിയോയിൽ അമിത്ഷായുടെ മകനും അനുരാഗ് താക്കൂറും ഒക്കെ ഷാഹിദ് അഫ്രീദിയുമായി സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പോഴെന്താണ് കുഴപ്പം? ഇതാണ് ആ മനുഷ്യന്റെ ചോദ്യം. അന്നത്തെ സാഹചര്യമാണോ ഇന്ന്? ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ഓണാണ്. നയതന്ത്ര ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചിരിക്കുന്നു. അഫ്രീദി നമ്മുടെ പട്ടാളത്തെയും നമ്മളെയും ഒക്കെ എത്രമാത്രം അപമാനിച്ചിരിക്കുന്നു. ഇതെല്ലാം ഈ രാഹുൽ ഈശ്വറിന് നന്നായിട്ട് അറിയാം. ജയ്ഷ ICCയുടെ ചെയർമാനല്ലേ രാഹുൽ ഈശ്വർ, അതും അറിയാം. അപ്പൊ രാഹുൽ ഈശ്വർ കാണിക്കുന്ന ഈ ഫുട്ടേജിൽ ഏതോ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഏതോ കളിക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ വിഷയവും ഈ സംഭവവുമായി എങ്ങനെ കൂട്ടിക്കെട്ടാൻ പറ്റും? ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ചു പോകുകയാണ്. രാജ്യദ്രോഹപരമായ, രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു പരിപാടി ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടന്നാലും ദേശസ്നേഹികളായ വ്യക്തികൾ അതിനെ എതിർക്കും. എന്നാൽ രാഹുലോ അവരോടൊപ്പം നിൽക്കും. ഷഹീദ് അഫ്രീദിയെ ഒരു പരിപാടിയിൽ വിളിച്ചു കയറ്റി ആദരിച്ചവർ പാവം മലയാളികൾ. അവർ ഒന്നും അറിയാത്ത ഇള്ള പിള്ളകൾ. ഈ വിശേഷണമൊക്കെ കൊടുത്താൽ ചെയ്ത വൃത്തികേടല്ലാതാകുമോ ശ്രീമാൻ രാഹുൽ? ക്യൂബ മുകുന്ദന്മാരെയും ഷാഹിദ് അഫ്രീദിയെയും വല്ലാണ്ട് അങ്ങ് താങ്ങുന്നുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ. ഷാഹിദ് അഫ്രീദി വെറും ഒരു സെലിബ്രിറ്റി മാത്രമാണ് എന്ന് വാദിക്കുന്നുമുണ്ടായിരുന്നു ഇയാൾ. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ രാഹുലിന് കയ്യടി വാങ്ങിക്കൊടുക്കും. എന്നാൽ രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാൾ സ്വന്തം ക്രെഡിബിലിറ്റിയാണ് ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. താൽക്കാലികമായ നേട്ടങ്ങൾ ഇതുകൊണ്ട് ഉണ്ടായേക്കാം, പക്ഷെ കാലം ചെല്ലുമ്പോൾ അത് അയാൾക്ക് തന്നെ വിനയായിട്ടും മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദുബായിൽ ഷാഹിദ് അഫ്രീദിയെ മലയാളികൾ ആദരിച്ചതൊക്കെ ദേശീയ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കുഴപ്പം അവിടെയല്ല, പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുകയായിരുന്നു. ഇന്ത്യയുടെ പൊതു നിലപാടിന് എതിരാണ് മലയാളികൾ എന്ന മട്ടിലുള്ള പ്രചാരണവും വ്യാഖ്യാനവുമായിരുന്നു പാക് മാധ്യമങ്ങൾ നടത്തിയത്. ജിയോ TV എന്ന പാക് മാധ്യമം തന്നെ പറഞ്ഞത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബൂം ബൂം എന്ന ചാൻഡിങ്ങോടെയാണ് അഫ്രീദിയെ സ്വീകരിച്ചത് എന്നായിരുന്നു. നമ്മളെ അടിക്കുവാൻ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മൾ തന്നെ വടിവെട്ടി കൊടുക്കുന്ന ഏർപ്പാടായി പോയില്ലേ എന്ന് ചോദിച്ചാൽ ഇത് രാഹുൽ ഈശ്വർ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. നമ്മുടെ ദുബായിലുള്ള അണ്ണന്മാര് അവർ ക്ഷണിച്ചിട്ടാണ് അഫ്രീദി ചെന്നത് എന്ന് ജിയോ TVയും പറയുന്നു. അല്ലെങ്കിൽ തന്നെ അഫ്രീദിയെ പോലെ ഒരാൾ ഇന്ത്യക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ ക്ഷണിക്കാതെ ചെല്ലുമോ? ഒരു സെലിബ്രിറ്റി പോയിട്ട് 10 ആൾ അറിയുക പോലുമില്ലാത്ത നമ്മളാണെങ്കിൽ അങ്ങനെ ഒരു പരിപാടിക്ക് വലിഞ്ഞു കയറി ചെല്ലുമോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാഹുൽ ഈശ്വറിന് മാത്രം അത് മനസ്സിലാകുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മനസ്സിലാകുന്നിട്ടല്ല. ദുബായിക്ക് ഒരു ക്ഷണം കിട്ടി, ക്യൂബ മുകുന്ദന്മാരുടെ ചെലവിൽ ദുബായ് ഒക്കെ ഇനി അടിച്ചു പൊളിക്കാമല്ലോ. സോഷ്യൽ മീഡിയ മുഴുവൻ രാഹുൽ ഈശ്വറിന് തെറിയും ചീത്തവിളിയുമാണ്. എനിക്കതിനോട് യോജിപ്പില്ല. രാഹുൽ ഈശ്വറിന്റെ കാര്യമായാലും ക്യൂബ മുകുന്ദന്മാരുടെ കാര്യമായാലും അവർക്കെതിരെ നമുക്കൊരു നടപടിയും എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം അത്രയൊക്കെ ഉള്ളൂ. ദേശ താല്പര്യമായാലും ബോച്ചയുടെ ഉടായ്പാണെങ്കിലും
രാഹുലിന് പൊതു നിലപാടിനെതിരെ നിൽക്കുക എന്നതാണ് ശീലം. അതിന് അയാൾക്ക് അയാളുടേതായ ന്യായങ്ങളും കാരണങ്ങളുമുണ്ട്. ഇനിയും ചാനൽ ചർച്ചകൾ അലമ്പാക്കാൻ രാഹുൽ ഈശ്വറിനെ ചാനലുകാർ വിളിക്കും, വീണ്ടും വിളിക്കും. അവർക്ക് റേറ്റിംഗ് കൂട്ടണം. രാഹുൽ കൂടി ഉണ്ടെങ്കിൽ ചർച്ച അങ്ങ് കൊഴുക്കും. എല്ലാം ഉദരനിമിത്തം, അത്രയും ഓർത്താൽ മതി. എനിക്ക് രാഹുലിനോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അങ്ങ് ഒരു കാരണവശാലും അങ്ങയുടെ ഇപ്പോഴുള്ള നിലപാടുകളിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറരുത്. അത് ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഒട്ടേറെ മലയാളികളായ ആരാധകർ കേരളത്തിലുണ്ട്. അവരെ അങ്ങ് ഒരു കാരണവശാലും നിരാശപ്പെടുത്തരുത്. അതുകൊണ്ട് അങ്ങയുടെ ഇപ്പോൾ ചെയ്യുന്ന ഈ ജോലി അഭംഗുരം തുടരുക. ഒരേ ഒരു അഭ്യർത്ഥന, ആ ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ വരുന്ന അങ്ങിടുന്ന ആ ഒരു ഷർട്ടുണ്ടല്ലോ, ഷർട്ടാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എനിക്കറിയില്ല, ദയവായി അത് ഇനി ചർച്ചയ്ക്ക് വരുമ്പോൾ ഇടരുത് പ്ലീസ്. ഇനി ഒരൊറ്റ വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങയുടെ നിലപാടും ഷർട്ടും ഒന്നും അങ്ങോട്ട് യോജിക്കുന്നില്ല, മാത്രമല്ല കണ്ട് ബോറടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്ലീസ് ഈ ഒരു വീഡിയോ അങ്ങേക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടുവാൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.